അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോൾ ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന കർക്കശ നിലപാടുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതെ, തന്റെ പുതിയ നിലപാട് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ ഭരണകൂടം നിരുപാധികം കീഴടങ്ങുക എന്നതിലപ്പുറം മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റി വരയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇറാനിയൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത് ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്ത് ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ആഗോള വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഈ പോരാട്ടം സമാധാന ചർച്ചകൾക്ക് പകരം പൂർണ്ണമായ അധികാര മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാനുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ട്രംപിന്റെ നിലപാട് ഏറെ കർക്കശം തന്നെയാണ്. ഒരടി പിന്നോട്ട് പോകില്ല എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ലോകം ഇതിനെ ഏറെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ. പൊതുവെ ലോക നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയാറുണ്ട്. പല അമേരിക്കൻ പ്രസിഡന്റുമാരും താല്പര്യപ്പെട്ടിരുന്നു. അധികാരം എന്നും എക്കാലവും തങ്ങളുടെ കയ്യിലായിരിക്കണമെന്നാണ് പല അമേരിക്കൻ പ്രസിഡന്റുമാരും ആഗ്രഹിച്ചിരുന്നത്. ഇറാൻ ഭരണകൂടം നിരുപാധികം കീഴടങ്ങുക എന്നതല്ലാതെ മറ്റൊരു കരാറും നിലവിൽ പരിഗണനയിൽ ഇല്ലെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ കർശനമായ നിലപാട് അറിയിച്ചത്. ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് ഒന്ന് കാണാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ നിരുപാധികം കീഴടങ്ങുക എന്നതല്ലാതെ മറ്റൊരു കരാറും ഉണ്ടാകില്ല. അതിനുശേഷം മഹാനായതും സ്വീകാര്യനായതുമായ ഒരു നേതാവിനെ തെരഞ്ഞെടുത്താൽ ഇറാനെ നാശത്തിന്റെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാനും മുൻപത്തെക്കാളും സാമ്പത്തികമായി വലുതും മികച്ചതും ശക്തവുമാക്കാനും ഞങ്ങളും ധീരമായ ഞങ്ങളുടെ സഖ്യകക്ഷികളും പങ്കാളികളും അശ്രാന്തമായി പരിശ്രമിക്കും. ഇറാന് മഹത്തായ ഒരു ഭാവി ഉണ്ടാകും. മേക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ എന്ന് പറഞ്ഞാണ് ട്രംപ് ഇത് അവസാനിപ്പിക്കുന്നത്. അതേസമയം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായി ഇറാൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഇറാനിയൻ ജനതയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നവർക്കും യുദ്ധത്തിന് തിരികൊളുത്തിയവർക്കും എതിരെയുള്ളതാകണം മധ്യസ്ഥ ചർച്ചകൾ എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങുകയും എല്ലാവർക്കും സ്വീകാര്യമായ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്ത ശേഷം മാത്രമേ ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ എന്നാണ് ട്രംപിന്റെ പ്രതികരണം. തന്റെ പ്രസിദ്ധമായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തിന് സമാനമായി മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന സന്ദേശവും ട്രംപ് പങ്കുവയ്ക്കാൻ മറന്നില്ല. കീഴടങ്ങലിന് ശേഷം ഇറാനെ സാമ്പത്തികമായി കരുത്തുറ്റ രാജ്യമാക്കി മാറ്റാൻ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ലോകത്തിന്റെ ആദ്യ ദിനം കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിക്ക് പകരം പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് പങ്കുണ്ടാകണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തിനായിരിക്കും ട്രംപ് അങ്ങനെ ആവശ്യപ്പെടുന്നത്? ട്രംപിന് താല്പര്യമുള്ള അല്ലെങ്കിൽ ട്രംപിന്റെ വലം കൈയായിരിക്കുന്ന ഒരാൾ തന്നെ നേതാവായി വരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാശി പിടിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനി ഇറാൻ ഭരിക്കാൻ പോകുന്നത് ട്രംപ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും, പ്രത്യേകിച്ച് ഈ പ്രസ്താവന കേൾക്കുമ്പോൾ. ട്രംപിന് താല്പര്യമുള്ള ആളെ മാത്രമേ ഇറാന്റെ പരമോന്നത നേതാവായി നിയമിക്കാൻ പാടുള്ളൂ എന്ന കടുംപിടുത്തത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ. നമുക്കറിയാം, ഇറാനിൽ എല്ലാം പരമോന്നത നേതാവാണ്. സുപ്രീം ലീഡർ പറയുന്നതിനപ്പുറം ഇറാൻ പോലൊരു രാജ്യത്ത് ഒന്നുമില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കുന്നത്. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി എന്തായാലും ട്രംപ് ഒരു കാര്യം പറയാതെ പറഞ്ഞു വെക്കുകയാണ്: ഇറാൻ ഭരിക്കുന്നത് ഇനി അമേരിക്ക ആയിരിക്കുമെന്ന്. നിലവിലെ സാഹചര്യത്തിൽ ഖമനേയിയുടെ ചുമതലകൾ വഹിക്കുന്നത് പാനലിന്റെ പ്രസിഡന്റും അംഗവുമാണ്. ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്നതല്ല, മറിച്ച് നിലവിലെ ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് അനുകൂലമായ ഒരു നേതൃത്വത്തെ കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുകയാണ്. ഇറാനെ സാമ്പത്തികമായി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴും ട്രംപ് മുന്നോട്ട് വെക്കുന്നത് ഒട്ടും ന്യായമല്ലാത്ത ചില കാര്യങ്ങളാണ്. അത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ലോകം കാണുന്നത്. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഒരു പുതിയ സുപ്രീം ലീഡറെ നിശ്ചയിക്കുന്നതിൽ അമേരിക്ക പങ്കു ചോദിക്കുന്നത് സംഘർഷം കൂടുതൽ സങ്കീർണമാക്കും. ഇറാനിലെ നിലവിലെ നേതൃത്വം മധ്യസ്ഥ ചർച്ചകൾക്ക് വഴി തേടുമ്പോഴും കീഴടങ്ങലിൽ കുറഞ്ഞതൊന്നും ട്രംപ് അംഗീകരിക്കുന്നില്ല. ഇത് മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തുന്നതാണ്. വെറുമൊരു യുദ്ധവിജയത്തിനപ്പുറം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം ഉറപ്പാക്കുക എന്ന ട്രംപിന്റെ തന്ത്രം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ എങ്ങോട്ട് നയിക്കുമെന്ന് ലോകവും ഉറ്റുനോക്കുകയാണിപ്പോൾ. എന്തായാലും ട്രംപ് ഒരു കാര്യം പറയാതെ പറഞ്ഞു വെക്കുന്നു: ഇനി ഇറാനെ അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നത് അമേരിക്കയായിരിക്കുമെന്ന്.